എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ സീമാന്മാർക്കും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ. അതായത് നമ്മളുടെ STCW സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ CDCയും. അപ്പോൾ ഞാൻ യൂറോഡെക്കിൽ നിന്നാണ് എൻ്റെ STCW സർട്ടിഫിക്കറ്റ് എടുത്തത്. ഇനി എനിക്ക് ഒരു വർഷം കൂടെ ഇതിനകത്ത് പല സർട്ടിഫിക്കറ്റുകൾക്കും വാലിഡിറ്റി ഉള്ളൂ. അതെനിക്ക് പുതുക്കണം. ഏകദേശം അടുത്ത വർഷത്തോടുകൂടി അത് ഞാൻ ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തത് നമ്മുടെ ഇൻഡസ് നമ്പർ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഇന്ത്യൻ CDC ലഭിച്ചു. പക്ഷേ ഈ ഒരു ഇന്ത്യൻ CDC എനിക്ക് കിട്ടിയിട്ട് ഏകദേശം 3 വർഷക്കാലമേ ആയിട്ടുള്ളൂ. ഞാൻ അതിന് മുന്നേ തുടങ്ങി ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, അതിന് മുന്നേ വരെ, അതായത് 2019 മുന്നേ വരെ നമ്മൾക്ക് പനാമ CDCയോ ബഹാമ CDCയോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാമായിരുന്നു. പെട്ടെന്ന് ഒരു നിയമം വരുന്നു, ഇനി മുതൽ നമ്മൾക്ക്, അതായത് 2019 ജനുവരി മുതൽ ഇന്ത്യൻ CDC ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ജോലിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, 19 വയസ്സിലും 20 വയസ്സിലുമൊക്കെ ഷിപ്പിംഗ് മേഖലയിൽ വന്ന ഒരുപാട് പേര് അതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രണ്ട് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പനാമ CDC മാറ്റി ഞാൻ ഈ ഒരു CDC എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജുകളാണ് ഈ പറഞ്ഞ രണ്ട് കാര്യവും ഞങ്ങളുടെ കൈകളിലുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഷിപ്പിംഗ് മേഖലയിലേക്ക് വരുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം ഈ ഒരു മേഖലയിലേക്ക് വരാനിരിക്കുന്നവർ 100% അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി, എൻ്റെ പേര് ജോസഫ് റിച്ചു. ഞാൻ ഈ ഒരു മേഖലയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് എന്നെപ്പോലെയോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ പോലെയോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ വിശേഷങ്ങളും പങ്കുവെക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. നിങ്ങളും ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരിലേക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരിലേക്കും നമ്മുടെ ചാനൽ എത്തിക്കുക. നിങ്ങൾക്കും അവർക്കുമെല്ലാം 100% ഉപകാരപ്പെടുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും നമ്മുടേത്. അപ്പോൾ നമ്മൾക്കിനി നമ്മുടെ ഇന്ത്യൻ CDCയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ CDCയും STCWയും എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു. പക്ഷേ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ, അതായത് STCW CDC ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പാസ്പോർട്ട് പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണ് CDC എന്ന് പറയുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നോക്കാം. ആദ്യം നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ STCWയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. സെക്കൻഡ് പേജിൽ നമ്മളുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് ഇന്ന് വാലിഡ് ആയിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്നത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന CDCയിലെ ആ ഒരു വേർഡ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ജോലിക്ക് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ഓരോ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണ് കയറിയത്, ഏത് ഡേറ്റിലാണ് ഇറങ്ങിയത്, എവിടെ നിന്നാണ് ഇറങ്ങിയത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഏകദേശം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും കൂടെ കൂട്ടുന്നത്. കാരണം ഇതിൽ നമ്മുടെ കമ്പനിയുടെ പേര്, നമ്മുടെ പൊസിഷൻ, നമ്മൾ ഏത് ദിവസം തുടങ്ങി ഏത് ദിവസം വരെയാണ് ജോലി ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിനും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ CDC ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു CDCയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതാണ്, ഇപ്പോൾ ഞാൻ ഈ കാണിച്ച STCWയും CDCയും എല്ലാം ഞങ്ങളുടെ കൈകളിൽ വാലിഡ് ആയിട്ടുള്ളത് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് വെച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഷിപ്പിംഗ് മേഖലയിലേക്ക് വരുവാൻ സാധിക്കുന്നത്, അതിനുള്ളൊരു വഴി പറഞ്ഞു താ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് ക്ഷമിക്കണം, കാരണം ഇതൊരു റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ച് മാത്രം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ സാധിക്കില്ല. അതേസമയം നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് ജോലി ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടും. കാരണം ഈ മേഖലയിലേക്ക് വരണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ക്വാളിഫിക്കേഷൻ അല്ല, ഇതൊരു ലൈസൻസ് ആയിട്ടൊക്കെ കൂട്ടാം. കാരണം ഇപ്പോൾ നമ്മളുടെ പഴയ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കിയാൽ ഒരുപാട് വേക്കൻസികൾ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ജോലി കിട്ടണമെങ്കിലും എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ്, എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ചും ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സിങ്ങും മറ്റും ഫാസ്റ്റ് ആക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. അല്ലാതെ ഷിപ്പിംഗ് മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇത് എടുത്തു വെച്ചാൽ നിങ്ങളുടെ വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ വേണം ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇതെടുത്ത് സമയം കളയാതിരിക്കുക. അതേസമയം നമ്മളുടെ വീഡിയോയിലെല്ലാം പറയുന്നത് പോലെ നല്ലൊരു കോഴ്സ് പഠിച്ച് ഷിപ്പിംഗ് മേഖലയിലേക്ക് വരുവാൻ പറ്റിയ 2 വർഷം എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുത്ത് നോക്കാം. നിങ്ങളുടെ പ്രോസസ്സിങ്ങും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചവരോട് പറയാനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ സാധിക്കില്ല. പിന്നെ ഈ CDC എന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽസ്, ഇതിന് എത്ര രൂപയോളം മുടക്കുന്നത്, അത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കാരണം CDC എന്താണ് എന്നറിയാത്തവർ ഒരുപാട് പേര് ഇന്നും നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അത് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസും നമ്മളുടെ പുതിയ പുതിയ വേക്കൻസികൾ നിങ്ങൾ കാണുക, അല്ലാതെ മറ്റുള്ളവർ ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. ഈവൻ ഈ CDCയുടെ കാര്യത്തിൽ പോലും. കാരണം അവർക്ക് എവിടെന്നൊക്കെയോ കിട്ടിയ അറിവുകൾ വെച്ചാണ് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് തള്ളിയിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ക്യാഷ് ചിലവാക്കി ചുമ്മാ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഈ ഒരു മേഖലയിലേക്ക് ജെന്യുവനായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് വേക്കൻസികളും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.